മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ്, അതായത് സംഖ്യകൾ കൊണ്ടുള്ള ഗുണനം മനസ്സിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പറയാൻ പറ്റും, വെറും മനക്കണക്കായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നതാണ്. ഇതില് നിങ്ങൾക്കറിയാം ഒന്നിന്റെ മൾട്ടിപ്പിൾ, ഒന്നിന്റെ ഗുണനം നിങ്ങൾക്കറിയാം, എല്ലാം പറയാൻ പറ്റും. 5 into 1 5, 5 1 5, 6 1 6 പറയാൻ പറ്റും. അതേ 10ന്റെ ഗുണിതവും നിങ്ങൾക്ക് പറയാൻ പറ്റും. 5 10 50, 5 10 50, 6 10 60, 6 10 60. അതൊക്കെ നിങ്ങൾക്ക് പറയാൻ ഈസി ആയിട്ട് അറിയും. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള നമ്പറുകൾ ഏതൊക്കെയുണ്ട് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നോക്കുക. 2ന്റെ 5ന്റെ 6ന്റെ 9ന്റെ 11ന്റെ ഈ നമ്പറുകളുടെ എല്ലാം മൾട്ടിപ്പിൾ, ഗുണിനം, മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഈസി ആയിട്ട് മനക്കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. നോക്ക്, ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. 4 into 2 എന്ന് പറഞ്ഞാൽ 4ന്റെ ഡബിൾ എടുത്താൽ മതി, അത് നമുക്ക് 8. 5 into 2 എന്ന് പറഞ്ഞാൽ 5ന്റെ ഡബിൾ എടുത്താൽ മതി, അത് നമുക്ക് എത്ര കിട്ടും? 10. അപ്പൊ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് ഡബിള്. ഡബിൾ എന്ന് പറഞ്ഞ അർത്ഥം ഇരട്ടി. ഇരട്ടി എന്നുള്ളതാണ് ഇൻറ്റു 2ന്റെ മീനിങ്. അത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്, കൂടുതൽ ഞാനത് വിശദീകരിക്കുന്നില്ല. ഇനി അതേ സമയത്ത് നോക്കൂ, ഇപ്പൊ 14 into 5, 5ലേക്ക് പോയാൽ 14 into 5 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എഴുതാൻ 14ന്റെ നേരെ പകുതി എഴുതുക, നമുക്ക് 7 ആണ് കിട്ടുക. അതിന്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി. അപ്പൊ 14 into 5 നമുക്ക് കിട്ടും 70 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി അതേ സമയത്ത് നമുക്ക് 36 into 5 ആണെങ്കിൽ 36ന്റെ നേരെ പകുതി എഴുതുക, അത് നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. അതിന്റെ കൂടെ ഒരു 0 ചേർത്താൽ 36 into 5 180 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ഇൻറ്റു 5ന്റെ ഐഡിയ വരുന്നത് എന്താണ്? നേരെ ഹാഫ് എടുക്കുക, ഹാഫ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? 0 ചേർക്കുക. എപ്പോഴാണെന്നറിയോ? സംഖ്യ ഇരട്ട സംഖ്യയാകുമ്പോൾ. ഇരട്ട സംഖ്യയാകുമ്പോഴാണ്. ഇരട്ട സംഖ്യനെ 5 കൊണ്ട് ഗുണിക്കുന്നു, ഇരട്ട സംഖ്യനെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഹാഫും 0 ചേർത്താൽ ആൻസർ ആവുന്നത്. അത് കൃത്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒറ്റ സംഖ്യ വന്നാൽ എന്തും കൂടി എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നോക്കൂ കുട്ടികളെ, ഇവിടെ നോക്ക്. 7 into 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 35 പക്ഷെ ഞാൻ അതിന് എങ്ങനെയാ പറയലറിയോ? 7ന്റെ നേരെ പകുതി എഴുതുക, 3.5, എന്നിട്ട് ആ പോയിന്റ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. 7 5 30. ഇതിന് നേരെ പകുതി എടുത്തിട്ട് പോയിന്റ് ഒഴിവാക്കിയാൽ മതി. ഈസി. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നോക്കൂ കുട്ടികളെ, ഇപ്പൊ 17 into 5 ആണെങ്കിൽ 17 നേരെ പകുതി എത്ര? 8.5. അപ്പൊ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 85 എന്ന് കിട്ടും. അപ്പൊ ഒറ്റ നമ്പറിനെയാണ് 5 കൊണ്ട് ഗുണിക്കുന്നതെങ്കിൽ നേരെ പകുതി എടുത്തിട്ട് അതിന്റെ ഡെസിമൽ അങ്ങ് ഒഴിവാക്കിയാൽ അതിന്റെ ആൻസർ കിട്ടി. ഇരട്ട നമ്പർ ആണ്, നേരെ പകുതി എടുത്തിട്ട് 0 ചേർക്കുക. ഒറ്റയാകുമ്പോൾ നേരെ പകുതി എടുത്തിട്ട് ഹാഫ് എടുത്തിട്ട് അതിന്റെ ഡെസിമൽ ഒഴിവാക്കുക. അപ്പൊ മനസ്സിലായല്ലോ, ഇത് ഓഡ് നമ്പറിന്റെ പ്രത്യേകത. ഓഡ് എന്ന് പറഞ്ഞാല് ഒറ്റ നമ്പറിന്റെ പ്രത്യേകത. ഇതോ ഇരട്ട നമ്പറിന്റെ പ്രത്യേകത. ഇരട്ട എന്ന് പറയുമ്പോൾ ഈവൺ നമ്പറിന്റെ പ്രത്യേകത. കുട്ടികളത് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഇത്തവണ ഇല്ലത് ഇരട്ട, ഇത് ഒറ്റയുണ്ട്. ഓക്കെ, ഡബിളിന് പിന്നെ ഒറ്റ ഇരട്ടയായാലും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നേരെ ഡബിൾ എടുത്താൽ മതി. സിമ്പിൾ ആണല്ലോ. ഇനി നോക്കുക, 6 കൊണ്ട് ഗുണിക്കുന്നത്. 6 പറയുന്നതിന് മുമ്പേ ബാക്കി ഞാൻ 9ന്റെ ആദ്യം പറയാം. നോക്കൂ, ഇവിടെ നോക്കൂ. 8 ഗുണം 9, 8നെ 9 കൊണ്ട് ഗുണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 72 ആണെന്ന്. ആ 72 എങ്ങനെയാ വരുന്നത് അറിയോ? 8ന്റെ നേരെ താഴെയുള്ള നമ്പർ 7. ഇനി എന്ത് ചെയ്യുന്നു? ഈ 9ൽ നിന്ന് 7 കുറച്ചാൽ 2. അപ്പൊ 8 9 72 ആയി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഈ നേരെ താഴെ നമ്പർ എഴുതി, എന്നിട്ട് ഈ 9 ഇത് കുറച്ചിട്ട് ഇവിടെ എഴുതിയാൽ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ 7 കിട്ടിയാൽ 9 കിട്ടണമെങ്കിൽ 2 ചേർക്കണം. ഈസി, മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ 34 into 9 എന്ന് പറയുമ്പോ നമ്മൾ ചെയ്യുന്നത് 34 into 99 ആണെന്ന് വിചാരിച്ചോ. 2 ഒക്കെ ഉള്ള നമ്പർ ആണ് അവിടെ വരുന്നത് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് 34ന്റെ നേരെ താഴെയുള്ള നമ്പർ 33 ആണ്. എന്നിട്ട് 9 3 കുറച്ചിട്ട് ഇവിടെ 6 എഴുതി, 9 3 കുറച്ചിട്ട് നമ്മൾ ഇവിടെ 6 എഴുതി.
അപ്പൊ 9ന്റെ മാത്രമല്ല 99 നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതാണ്. 9ന്റെ ഏത് നമ്പറിന്റെയും പറഞ്ഞാല് 8 × 9. അതേ സമയത്ത് 9 × 9 ആണ് വരുന്നതെങ്കിൽ 9 നേരെ താഴെ എത്രയാ വരിക? 8 വരും. 8ന്റെ അപ്പുറം 9 8 പോയാൽ 1. നമുക്ക് എത്ര ആൻസർ കിട്ടും? ഈ പറയുന്ന രീതിയിലേക്കുള്ള ആൻസർ കിട്ടും. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ വരുമ്പോ നേരെ താഴെയുള്ള നമ്പർ എഴുതി 9 എന്ന് കുറച്ചാൽ മതി. ഇനി അതേ സമയത്ത് 2 നമ്പർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് 2 9 കൊണ്ട് ഗുണിച്ചാലും ഇതേ നിയമപ്രകാരം തന്നെ നമുക്ക് എഴുതുക. 3 നമ്പറിനെ ആണെങ്കിൽ 3 9 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ഇതേ പറയുന്ന ആൻസർ രീതിയിൽ കിട്ടും. അപ്പൊ 9ന്റെ രീതിയിൽ തന്നെ 99നെയും 999നെയും നമുക്ക് എഴുതാൻ കഴിയും. ഇനി നമുക്ക് നോക്കുന്നത് 11ന്റെ ഗുണിതമാണ്. 11ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതാ 43 × 11. 43 × 11 നമുക്ക് എഴുതണമെങ്കിൽ അറിയണമെങ്കിൽ 43 സ്ഥലം നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക. ഈ സ്ഥലത്ത് 4 എഴുതുക, ഈ സ്ഥലത്ത് 3 എഴുതുക. 43 ആയതുകൊണ്ട് 4 3 എഴുതുക. എന്നിട്ട് ഈ 4 3 കൂടെ കൂട്ടുക. ഈ 4 3 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 7. അപ്പൊ ആൻസർ 43 × 11 473 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതേമാതിരിയിലെ വേറൊരു നമ്പർ ഞാൻ പറയാം. ഇപ്പൊ 52 × 11 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5 ഇവിടെ എഴുതുക, 2 ഇവിടെ എഴുതുക. 5 2 കൂട്ടിയാൽ എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ 572 കിട്ടും. അപ്പൊ അതേമാതിരി ഇങ്ങനെ അല്ലാത്ത ചില നമ്പർ ഞാൻ പറയാം. 76 × 11 ആന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾക്ക് എത്ര? 3 സ്ഥലമല്ലേ ഞാൻ പറഞ്ഞത്? 3 സ്ഥലം എഴുതണം. ഇവിടെ 7 എഴുതണം, ഇവിടെ 6 എഴുതണം. ഈ തന്നിരിക്കുന്ന നമ്പർ ആദ്യം അവസാനം എഴുതാം. നഴുക്കൊരാക്കൊരു സ്ഥലം ഇടുക. അപ്പൊ 7 6 കൂട്ടണം. 7 6 കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടുക? 13 13 ആണ് കിട്ടുക. 13. ആ 13 കിട്ടുമ്പോ 3 ഇവിടെ എഴുതുക, ആ അധികമുള്ള 1 ഇവിടെ എഴുതുക. അപ്പൊ ആൻസർ എത്ര കിട്ടും അവസാനം? 7 3 8 3 6 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. മറ്റ് 1 2 നമ്പർ കൂടിയിട്ട് 9നെക്കാളും മേലെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നമ്പർ 1ന്റെ സ്ഥാനത്തുള്ള നമ്പർ ഇവിടെ എഴുതിയിട്ട് മറ്റേ ബാക്കി വരുന്ന നമ്പർ ഇതിന്റെ കൂടെ വെച്ചിട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് ആൻസർ എഴുതണം. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? 11ന്റെ ഐഡിയ മനസ്സിലായല്ലോ? ഞാൻ വേറൊരു നമ്പർ പറയാം. ഇപ്പൊ 89 × 11 ആണെങ്കിൽ 3 സ്ഥലം ഉണ്ടാവുമല്ലോ. 1 2 3 സ്ഥലം. 8 ഇവിടെ എഴുതി, ഇവിടെ എത്ര എഴുതി? 9 എഴുതി. 8 9 കൂട്ടിയാൽ എത്ര? 17 എന്നാണ് നമുക്ക് കിട്ടുക. ആ 17ത്തെ 7 ഇവിടെ എഴുതുക. ബാക്കി 1 ഉണ്ടല്ലോ, ആ 1 ഇവിടെ എഴുതണം. അപ്പൊ എത്ര കിട്ടും? 8 1 9. അപ്പൊ ആൻസർ 9 7 9. ആൻസർ 9 7 9 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഈ രീതിയിൽ തന്നെ 3 അക്ക നമ്പറും ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അത് മാത്സിയുടെ വീഡിയോ ഉണ്ട്. 11 കൊണ്ടുള്ള ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 11, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 9 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെ ചില നമ്പറുകളുടെ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് വീഡിയോ മാത്സിയുടെ യൂട്യൂബിൽ മാത്സിയുടെ എന്ന് ടൈപ്പ് ചെയ്ത് കയറിയിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 9, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 11 എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് നമ്പേഴ്സിന്റെയും പ്രത്യേകതകൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിവിടെ. ഇനി ഇവിടെ 6ന്റെ ഉണ്ട് അല്ലെ? 6ന്റെ പറയുമ്പോ കണ്ടോ കുട്ടികളെ, നോക്ക് 32 × 6. 32 × 6 എന്ന് പറയുമ്പോ നമ്മൾ ചെയ്യുന്നത് 32ന്റെ ഈ 2ന്റെ താഴെ ഒരു 0 എഴുതി 32ന്റെ പകുതി ഇവിടെ എഴുതി. എത്ര അത്? 16. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിയാൽ മതി. നമുക്ക് 192 എന്ന് കിട്ടും. 32 × 6 നമുക്ക് 192 എന്ന് കിട്ടും. ഇനി നോക്ക് 84 × 6 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ 0 എഴുതി 84ന്റെ പകുതി 42. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 504 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഒരു 0 ചേർക്കുക, അതിനുശേഷം ഇതിന്റെ പകുതി ഇപ്പർ എഴുതുക. ഓക്കെ, 0 ചേർത്തിട്ട് പകുതി ഇപ്പർ എഴുതുക. ശ്രദ്ധിക്കുക, ഇത് ഇരട്ട നമ്പറുകൾ വരുമ്പോ ഇരട്ട നമ്പറിനെ 6 കൊണ്ട് ഗുണിക്കുന്നതാണ്. ഇനി ഒറ്റ നമ്പറിനെയാണ് ഗുണിക്കുന്നത് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ 17 × 6. 17 × 6 എന്ന് പറയുമ്പോ 17ന്റെ നേരെ പകുതി എഴുതുക. അത് നമുക്ക് എത്ര കിട്ടുക? 8.5. 8.5 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡെസിമൽ അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോ 85 തന്നെ നേരെ എഴുതാം.
അതായത് 8.5 ഇൻറ്റു 10 കൊണ്ട് ഗുണിക്കുന്നതാണ് വരുന്നത്. 85 തന്നെ എഴുതാം. അപ്പൊ 85 17 കൂട്ടിയാൽ നമുക്ക് 102 എന്ന് കിട്ടും. അപ്പൊ ഓക്കെ. അപ്പൊ അതേമാതിരി വേറൊരു നമ്പർ ഇപ്പൊ നമ്മൾ എടുക്കുക. 63 ഇൻറ്റു 6 ആണെങ്കിൽ നമ്മൾ 63ന്റെ പകുതി, 60ന്റെ പകുതി 30 ആണ്. 3ന്റെ പകുതി 1.5. അപ്പൊ 63ന്റെ പകുതി 31.5. ആ പോയിന്റിന് വേണ്ട. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 315 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇതിന്റെ താഴെ 315 എന്ന് എഴുതുക. എന്നിട്ട് കൂട്ടി നോക്കിയാൽ മതി. 378 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ 6ന്റേത് ഇരട്ട നമ്പർ, ഒറ്റ നമ്പർ ട്രിക്ക് ഉണ്ട്. 9-നുണ്ട്, 11-നുണ്ട്, 5-നുണ്ട്, 2-നുണ്ട്, പിന്നെ 1, 10 ഈ നമ്പറുകൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഈ വ്യത്യസ്ത രീതിയിൽ മനസ്സിൽ തന്നെ ഇതിന്റെ ഒക്കെ ആൻസർ പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ആൻസർ എങ്ങനെ സർ മനസ്സിൽ പറയുന്നു? നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. 32 ഇൻറ്റു 6 എന്ന് പറയുമ്പോ 32ന്റെ പകുതി എത്രയാ? 16. 160 ആയല്ലോ. 160 32 കൂടെ മനസ്സിൽ കൂട്ടിയാൽ മതി. 192. സിമ്പിൾ ആയില്ലേ? 84 ഇൻറ്റു 6, 84ന്റെ പകുതി 42, 420 ആയി. 420 84 കൂട്ടിയാൽ നമുക്ക് ആൻസർ ആയി 504 ആയി. അപ്പൊ ഓരോ പ്രത്യേകതയും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും മാത്തമാറ്റിക്സ് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആവുകയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവരും അറിയട്ടെ. മാത്തമാറ്റിക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ കിട്ടാത്ത കാര്യങ്ങളാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അറിയട്ടെ. മാത്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. നമുക്ക് പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. ബൈ.